ഗൈസ്, ഞാൻ ആര്യ. നെസ്റ്റ് ഓഫ് രുദ്രു എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുരിങ്ങയിലക്കറിയാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ സാധാരണയായി കാണുന്ന ഒരു മരമാണ് മുരിങ്ങമരം. എൻ്റെ വീട്ടിലും ഉണ്ട് ഒരു ചെറിയ മുരിങ്ങമരം. അതിൽ നിന്ന് നമുക്ക് ഒരു തണ്ട് ഇല പറിച്ചിട്ട് ഇന്നൊരു മുരിങ്ങയിലക്കറി ഉണ്ടാക്കാനായിട്ട് പോകാം. സിങ്കും അയണും ഫോളിക് ആസിഡും എല്ലാം നമ്മുടെ മുരിങ്ങയിൽ അടങ്ങിയിട്ടുണ്ട്. ഞാൻ പ്രഗ്നൻ്റൊക്കെ ആയിരുന്ന സമയത്ത് ഒരുപാട് മുരിങ്ങയിലത്തോരനൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഒടിച്ചുകൊണ്ട് വന്ന നമ്മുടെ മുരിങ്ങയിലത്തണ്ടിനെ നമുക്ക് ഈ ഒരു രീതിയിലാക്കിയെടുക്കാം. നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു അരമുറി തേങ്ങ ചിരകിയതാണ്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു 3 അല്ലി വെളുത്തുള്ളിയാണ്. പിന്നെ 3 കുഞ്ഞുള്ളി വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ജീരകം നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടാതെ നമ്മൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് അരച്ചെടുക്കണം. അതിലേക്കായി നമുക്കിതിനെ നമ്മുടെ മിക്സി ജാറിലേക്ക് മാറ്റാം. ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മൾ അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാകം ചെയ്യാനുള്ള പാത്രം അടുപ്പിലേക്ക് വെച്ച് അതിനാവശ്യമായിട്ടുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാവുന്നതാണ്. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളി ഒരു 3-4 എണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റാവുന്നതാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന നമ്മളുടെ വറ്റൽ മുളക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് കറിവേപ്പില വേണമെങ്കിൽ ചേർക്കാം, ഓപ്ഷണലാണ്. ഞാനിവിടെ കറിവേപ്പില ചേർക്കുന്നില്ല. ഇതൊരു കുറച്ച് നേരം നമ്മൾ ഇളക്കിയതിന് ശേഷം നമ്മളുടെ മുരിങ്ങയിലയാണ് ഇതിലേക്ക് ഇടാൻ പോകുന്നത്. നമുക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം. മുരിങ്ങയില ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് മാത്രം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയാൽ മതി. കാരണം മുരിങ്ങയിലേക്ക് വലിയ വേവൊന്നുമില്ല, അതുകൊണ്ടാണ്. അത് മാത്രമല്ല, മുരിങ്ങയിലയുടെ ആ പച്ച നിറം നമുക്ക് നഷ്ടപ്പെട്ട് പോകാനും പാടില്ല. മുരിങ്ങയില വെന്ത് വരുമ്പോഴത്തേക്കും ആ മുരിങ്ങയില വളരെയധികം അങ്ങ് ചെറുതായതുപോലെ നമുക്ക് തോന്നും അതിൻ്റെ അളവിൽ. അപ്പം നമ്മൾ അതനുസരിച്ചിട്ട് നമ്മൾ ഇല ചേർത്ത് കൊടുക്കുക. എന്നാലേ നമ്മുടെ കറിയിൽ അത് കാണുകയുള്ളൂ കേട്ടോ. 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന നമ്മളുടെ അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അരപ്പ് ഇതിലേക്ക് ചേർന്നിട്ട് നന്നായിട്ടൊന്ന് അത് ഇളക്കി കൊടുക്കുക. ഇനി ആവശ്യത്തിന് വെള്ളത്തിനായിട്ട് നമുക്ക് നമ്മളുടെ മിക്സി ജാറ് തന്നെ കഴുകി നമുക്കതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനിയും നമുക്ക് വെള്ളം ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മുരിങ്ങയിലക്കറി എപ്പോഴും കുറുകിയിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് അതനുസരിച്ച് മാത്രമേ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാവുള്ളൂ. ശേഷം നമുക്ക് നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ അരപ്പൊന്ന് വെന്ത് വരുന്ന സമയം വരെ മാത്രമാണ് നമ്മളിത് അടുപ്പിൽ വെക്കാറുള്ളത്. അല്ലാതെ ഇത് ഓവറായിട്ട് തിളയ്ക്കാൻ പാടില്ല. നമ്മുടെ കറി നന്നായിട്ട് ചൂടായി ചെറിയ തിള വരുന്ന സമയത്തേക്ക് നമുക്ക് ഈ കറി ഓഫ് ചെയ്യാവുന്നതാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കാൻ നമ്മുടെ മുരിങ്ങയിലക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോയും എൻ്റെ ചാനലിലെ മറ്റ് വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് എത്തുകയും പെട്ടെന്ന് കയറി കാണാൻ സാധിക്കൂ. വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക.